ജീവിതം നമുക്കാർക്കും അത്ര എളുപ്പമാകണമെന്നില്ല. അതിലെന്താണ് പ്രശ്നം? മടുക്കാതിരുന്നാൽ മതി, ആത്മധൈര്യം കൈവിടാതിരുന്നാൽ മതി. എന്തോ ഒരു കാര്യത്തിനു വേണ്ടി വന്നവരാണെന്ന ബോധ്യമുണ്ടാവണം. അത് നേടിയെടുത്തേ മതിയാകൂ എന്ന് തീരുമാനിക്കണം. ഇത് ആരുടെ വരികളാണെന്നറിയോ? മേരി ക്യൂറി, നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ സ്ത്രീയുടെ വരികളാണിത്. ജീവിത പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. വ്യക്തികളെയും സാഹചര്യങ്ങളെയും സ്വീകരിക്കുക എന്നതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പാത. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് വളരെയധികം ജീവിതത്തിന് ആനന്ദമേകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഓരോ കാര്യങ്ങൾ. ദുഃഖങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലംസും ഒക്കെ ശരിക്കും ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുഭവങ്ങളൊക്കെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളില്ലാത്തവരാരും ഇല്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനുണ്ട്. ജീവിതത്തിൽ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല. അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ ലൈഫിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ വരും പോകും. നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ സൈഡ് കൊടുത്തിട്ട് നമ്മൾ ജീവിക്കണം, നമ്മൾ ജീവിച്ച് കാണിക്കണം, നമ്മൾ ജയിക്കണം. നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. തോറ്റ് കൊടുത്തത് കൊണ്ട് യാതൊരുവിധ ഗുണവും നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാനില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ വ്യക്തികളെയും സാഹചര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളെ ലൈഫിൽ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ചുറ്റിനും കാണുന്ന മനുഷ്യരെല്ലാവരും ഒരേപോലത്തെ ആളുകളൊന്നും അല്ല. അവരുടെ സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ എങ്ങനെയാണോ എന്നതല്ല അവർക്ക് മനസ്സിലാവുന്നത്, അവരെങ്ങനെയാണെന്നുള്ളത് മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പം നമ്മൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളാവുന്ന അവസ്ഥയിൽ ലോകത്ത് ആരെങ്കിലുമൊക്കെ സ്വീകരിക്കത്തുള്ളൂ. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഒരുപാട് അഹങ്കരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളവരെക്കാളൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മൾ എന്തിനാണ് അവരുടെ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്, അവരെ എന്തിനാണ് നമ്മൾ സമാധാനിപ്പിക്കുന്നത്, അവർക്ക് എന്തിനാണ് നമ്മൾ സന്തോഷം കൊടുക്കുന്നത്. നമ്മുടെ അഹങ്കാരങ്ങൾക്കൊക്കെ ഒരു പോയിൻ്റ് സ്റ്റോപ്പ് കൊടുത്തിട്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ ഒരു ചെറിയ കോമിട്ട് നമ്മളുടെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന, ആളുകളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റോറി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ സോളിന് എന്തുമാത്രം ഹാപ്പിനെസ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ തനിച്ചാക്കാതിരിക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരുടെ കൂടെ തോളോട് തോൾ ചേർത്ത് നിൽക്കുക. ലൈഫിൽ ബുദ്ധിമുട്ടില്ലാത്ത ആരുമില്ല. നമ്മുടെ ലൈഫിലും ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ലൈഫിലും ബുദ്ധിമുട്ടുണ്ട്. രണ്ടുപേരും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തീർത്താൽ മാത്രമേ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ വഴിതിരിവുണ്ടാവുള്ളൂ. എല്ലാവരും വാടച്ച് ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ചേർത്ത് നിർത്തി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ജീവിച്ച് നോക്കി എന്ത് രസമാണെന്നറിയോ. നമ്മളുടെ ലൈഫിൽ ഇനി നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹാപ്പിനെസ്സാണ്, ഞാൻ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരാളാണ്, ഞാൻ ലൈറ്റാണ്, വെളിച്ചമാണ്, ഞാൻ അത് കൊടുക്കുന്ന ആളാണ്. നമ്മളായാലും മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും കൂടെ ചെയ്യണം. ഈ പിശുക്കനെ നമുക്ക് ഇഷ്ടമല്ലല്ലോ. ആർഭാടമായിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലെങ്കിലും ഈ സ്നേഹം, അതുപോലെ കരുണ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇത്തിരി ആർഭാടമായിട്ട് കൊടുത്തോ, അതൊക്കെ കൊടുക്കണം. എന്നാലേ നമുക്ക് ലൈഫിൽ സന്തോഷം കാണുള്ളൂ. സ്നേഹിച്ച് തോൽപ്പിക്കണമെന്ന്, അത്രേ ഉള്ളൂ.